നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. മാന്യപ്രേക്ഷകർക്ക് ഓണാശംസകൾ നേർന്നുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക്. നാടും നഗരവും ഓണത്തെ വരവേൽക്കുവാനൊരുങ്ങി. ഉത്രാടപ്പാച്ചിലിൽ ആലപ്പുഴ നഗരം. UDFന്റെ മദ്യനയത്തിനെതിരെ JSS. ബാറുകളടച്ചാൽ മദ്യ ഉപയോഗം കുറയില്ലെന്ന് KR ഗൗരിയമ്മ. ലോകമെങ്ങും മലയാളികൾ ഓണമാഘോഷിക്കാനൊരുങ്ങുമ്പോൾ ആഘോഷങ്ങൾ ഇല്ലാതെ ഒരുപറ്റം ജനങ്ങൾ. വെളിയനാട് പത്തിൽപ്പാലം പ്രദേശത്തെ 25ഓളം കുടുംബങ്ങൾക്കാണ് വെള്ളപ്പൊക്കം മൂലം ഓണം അന്യമായത്. വാർത്തകൾ വിശദമായി. ഉത്രാടപ്പാച്ചിലിന് വിരാമമായി. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവമായ തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. കഴിഞ്ഞ ദിവസം വരെ കനത്ത മഴ പെയ്തിരുന്നെങ്കിലും മാവേലി തമ്പുരാനെ സ്വീകരിക്കുവാൻ മഴ പോലും മാറി നിന്നു. ആലപ്പുഴ നഗരം പൂർണ്ണമായും ഓണത്തിരക്കിൽ അമർന്നിരിക്കുകയാണ്. വസ്ത്രവ്യാപാരശാലകളും സ്വർണ്ണക്കടകളും പഴം പച്ചക്കറി കടകളും പൂക്കടകളും തിരക്കിലായിട്ട് ആഴ്ചകളായി. കൈത്തറി വസ്ത്രങ്ങൾ ഓണനാളുകളിലെ പ്രത്യേകതയാണ്. കസവുമുണ്ടും നേരിയതും ഡബിൾ മുണ്ടുമെല്ലാം കൂടുതൽ വിറ്റഴിയുന്നത് ഓണക്കാലത്താണ്. ഓണക്കാലത്തെ വിൽപ്പനയ്ക്ക് ആക്കം കൂട്ടുവാൻ സർക്കാർ ഇക്കുറിയും 20% റിബേറ്റ് ഏർപ്പെടുത്തിയിരുന്നു. കൈത്തറി വസ്ത്രങ്ങൾ വിറ്റഴിക്കുവാൻ ഹാൻഡെക്സും ഹാൻഡ്വീവുമെല്ലാം പ്രത്യേക വസ്ത്രപ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. പൂക്കച്ചവടത്തിന്റെ സമയം ശനിയാഴ്ച വൈകുന്നേരത്തോടെ അവസാനിച്ചു. മലയാളികൾക്ക് പൂക്കളമൊരുക്കുവാൻ ഇത്തവണയും പൂവുകളെത്തിയത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ. ഈ ഓണക്കാലം പൂക്കച്ചവടക്കാരുടെ കൊയ്ത്തുകാലം തന്നെയായിരുന്നു. മദ്യനയത്തിന്റെ പേരിൽ ബാറുകൾ അടച്ചതുകൊണ്ട് മദ്യത്തിന്റെ ഉപയോഗം കുറയുമെന്ന് കരുതുന്നില്ലെന്ന് JSS നേതാവ് KR ഗൗരിയമ്മ. വീണ്ടും വിചാരമില്ലാതെ സർക്കാർ എടുത്ത തീരുമാനം പിൻവലിക്കണമെന്ന് KR ഗൗരിയമ്മ ആലപ്പുഴയിൽ പറഞ്ഞു. ബാറുകൾ പൂട്ടുകയും ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. സർക്കാരിന് ഇതിൽ നിന്നും വരുമാനം വേണമെന്നാണ് അർത്ഥം. 2000ഓളം വരുന്ന വ്യവസായികൾക്കും 45,000ഓളം തൊഴിലാളികൾക്കും മദ്യനയം തിരിച്ചടിയായിരിക്കുകയാണെന്നും ഗൗരിയമ്മ പറഞ്ഞു. ഹോട്ടൽ എല്ലാം നിർത്താൻ എല്ലാവരും അത് അനുകൂലിച്ചുകൊണ്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റാണ്. അതും ബാർ ഹോട്ടൽ നിർത്തലും ബിവറേജ് കോർപ്പറേഷന്റെ വിൽപ്പന തുടരലും. അതാണ് ബിവറേജ് കോർപ്പറേഷന്റെ വിൽപ്പനയുടെ കാര്യം ചോദിച്ചപ്പോൾ അത് പെട്ടെന്നൊന്നും നിർത്താൻ ഒക്കില്ല. അത് ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കുന്നതാണ്. ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കുന്നതാണെങ്കിൽ ആളുകൾക്ക് കുടിക്കുകയും ചാകുകയും ചെയ്യാം. ആ വിധത്തിൽ ഒരു തീരുമാനത്തിലാണ്, ഒരവധാനതയോടുകൂടെ വീണ്ടും വിചാരമില്ലാത്ത ഒന്നാരോ പറഞ്ഞുകൊണ്ടുള്ള വിധത്തിലുള്ള തീരുമാനം. അത് ഞാൻ കണ്ടത്, എൻ്റെ അഭിപ്രായം വ്യത്യാസമായിരിക്കും. എല്ലാവരും ഹോട്ടൽ നിർത്തുന്നത് അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് കണ്ടത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2000ഓളം വരുന്ന വ്യവസായികളുണ്ട്. അതോ അതാണ് ഹോട്ടൽ വ്യവസായികൾ 2000ഓളം. ഒരു തൊഴിലാളികളായിട്ട് വരുന്നത് 45,000. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണമാഘോഷിക്കാനൊരുങ്ങുമ്പോൾ ഓണത്തിന്റെ ആരവങ്ങളൊന്നുമില്ലാതെ ഒരു കൂട്ടം ജനങ്ങൾ. വെള്ളപ്പൊക്കം മൂലം വെളിയനാട് പത്തിൽപ്പാലം നിവാസികൾക്ക് ഓണം ആഘോഷിക്കാനാവാത്ത നിലയിലാണ്. തിരുവോണപ്പുലരിയിൽ അണിയിച്ചൊരുക്കി പൂക്കളമിടേണ്ട മുറ്റങ്ങളെല്ലാം മുങ്ങിയ നിലയിലാണ്. ഓണക്കളികളും ഓണപ്പാട്ടും അത്തപ്പൂക്കളവും ഇട്ട് മാവേലി തമ്പുരാനെ സ്വീകരിക്കാൻ സാധിക്കാത്തതിന്റെ വിഷമത്തിലാണ് ഇവിടുത്തെ കുട്ടികൾ. ഒരു മാസത്തിലധികമായി വെളിയനാട് പഞ്ചായത്തിലെ 1ാം വാർഡിൽപ്പെടുന്ന ഈ പ്രദേശം പൂർണ്ണമായും വെള്ളത്തിനടിയിലായ അവസ്ഥയിലാണ്. ഇതുമൂലമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇത്തവണ തവണയൊക്കെ ഞങ്ങൾക്ക് വെള്ളത്തിലാണ്. മാസങ്ങളായി ഇവിടെ വെള്ളം കയറി കിടക്കാൻ തുടങ്ങിയിട്ട്. പാടത്ത് കൃഷിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സർവ്വസമയം ഇവിടെ വെള്ളം കയറി കിടക്കും. മഴ പെയ്ത ഉടനെ തന്നെ. അത്തപ്പൂക്കളമൊന്നും ഇടാൻ പറ്റത്തില്ല വെള്ളത്തിൽ. വെണ്ടിപ്പുറത്ത് ഞങ്ങളുടെ ഓടം തേട്ട് വെള്ളത്തിലാണ്. ഞങ്ങളുടെ അടുക്കളയ്ക്കകത്തൊക്കെ വെള്ളമാണ്. 1 മാസം കഴിഞ്ഞു വെള്ളമായിട്ട്. ഇറങ്ങുന്നില്ല. ഇറങ്ങും, വീണ്ടും കയറും. അത് തന്നെ. പൊക്കോ ഇല്ല. പിന്നെ 2ാം കൃഷി ഇല്ലെങ്കിൽ അപ്പോഴേ വെള്ളം കയറും. 2ാം കൃഷി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, കാരണം വെള്ളം ഇല്ലായിരുന്നു. ഇനിയിപ്പം വീണ്ടും
മൊത്തം വെള്ളത്തിൽ. വെളിയനാട് വെള്ളിസ്രാക്ക പാടശേഖരത്ത് രണ്ടാം കൃഷി ഇല്ലാത്തതും ഇവിടുത്തെ വെള്ളപ്പൊക്കം രൂക്ഷമാകുവാൻ മറ്റൊരു കാരണമാണ്. വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും പാടശേഖരത്ത് മതിയായ മടകൾ ഇല്ലാത്തതിനാൽ വെള്ളം ഇറങ്ങുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇങ്ങനെ നിരവധി പരിഭവങ്ങളുണ്ടെങ്കിലും ഓണാഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഇവർ. ഈ പ്രാവശ്യം ഓണക്കളികളോ അത്തപ്പൂക്കളമോ ഇല്ലാത്ത ഓണമാണ് വെളിയനാട് പത്തിപ്പാലം നിവാസികൾക്ക്. എങ്കിലും തങ്ങൾക്കാവുന്ന വിധത്തിൽ ഓണം ആഘോഷിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. ക്യാമറമാൻ മർഡോണ വർഗീസിനൊപ്പം സാനു, KCB ന്യൂസ്. തിരുവോണനാളിൽ മദ്യപാനികൾ മദ്യം ഉപേക്ഷിച്ച് കുടുംബത്തോടൊപ്പം ഓണമുണ്ണണമെന്ന് ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സുരേഷ് റിച്ചാർഡ് ആലപ്പുഴയിൽ KCB വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യ ഉപയോഗം മൂലം ഓരോ കുടുംബത്തിലെയും സമാധാന അന്തരീക്ഷമാണ് തകരുന്നത്. കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കേണ്ടവർ തെരുവിൽ ആഘോഷിക്കുന്ന പതിവാണ് കണ്ടുവരുന്നത്. ഈ രീതി ഇത്തവണ മാറ്റിമറിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്റെ ഭാഗത്തുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, മദ്യപന്മാരോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഓണനാളിൽ പ്രത്യേകിച്ച് തിരുവോണനാളിൽ മദ്യപിക്കാതെ കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് സദ്യ കഴിക്കുക. അത് ആ കുടുംബത്തിന് ആ മദ്യപൻ നൽകാവുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമായിരിക്കും. അതുവഴി അവിടെ എത്ര നല്ല സമാധാനവും സന്തോഷവും ഉണ്ടാകും. അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞല്ല, അതിനുവേണ്ടി അത് നടപ്പാക്കണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. അതോടൊപ്പം തന്നെ വ്യാജമദ്യം യാതൊരു കാരണവശാലും കഴിക്കരുത്. കാരണം മദ്യദുരന്തങ്ങൾക്കിടയാകുന്നത് വ്യാജമദ്യമാണ്. പിന്നെ ഞങ്ങൾ നൽകിയിട്ടുള്ള ടെലിഫോൺ നമ്പറുകളിൽ, ഞങ്ങളുടെ മൊബൈൽ നമ്പറുകളിൽ ഇങ്ങനെയുള്ള വിവരങ്ങൾ വിളിച്ചു പറഞ്ഞ് ഇൻഫർമേഷൻ തന്ന് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഏത് സമയം പ്രവർത്തിക്കാൻ തയ്യാറാണ്. സാക്ഷരതാ മിഷൻ പ്രേരക്കിന് ഓണറേറിയം നൽകുന്നില്ലെന്ന് പരാതി. പുളിങ്കുന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് പ്രേരക് K. വിജയകുമാരിയാണ് 9 മാസത്തോളമായി ഓണറേറിയം ലഭിക്കാൻ പഞ്ചായത്തിന്റെ പടി കയറിയിറങ്ങുന്നത്. തുടർ വിദ്യാ കേന്ദ്രങ്ങളിലെ പ്രേരക്മാർക്കും അസിസ്റ്റന്റ് പ്രേരക്മാർക്കും ഓണറേറിയം, ഫെസ്റ്റിവൽ അലവൻസ് എന്നിവ കൃത്യമായി നൽകണമെന്ന് സർക്കാർ ഉത്തരവ് നിലനിൽക്കെയാണ് പുളിങ്കുന്ന് പഞ്ചായത്ത് ഓണറേറിയം തടഞ്ഞുവച്ചിരിക്കുന്നതെന്നാണ് പരാതി. പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിൽ വരാറേയില്ല. വൈസ് പ്രസിഡന്റ് ഏറാൻ മൂളിയായി മാറിയിരിക്കുന്ന ഭരണ സംവിധാനമാണ് പുളിങ്കുന്ന് പഞ്ചായത്തിൽ നടക്കുന്നത്. ഓണക്കാലത്ത് എല്ലാവർക്കും ക്ഷേമ പെൻഷനുകളും ബോണസുകളും ഒക്കെ സർക്കാർ നൽകുമ്പോഴും ഗവൺമെന്റ് ഉത്തരവ് പ്രകാരമുള്ള നാമമാത്ര തുകയെങ്കിലും നൽകാൻ ഈ ജനപ്രതിനിധികൾ എന്തിന് വിമുഖത കാട്ടുന്നുവെന്നും വിജയകുമാരി ചോദിക്കുന്നു. എനിക്ക് പഞ്ചായത്തിൽ നിന്നാണ് 12 വർഷമായിട്ട് ഓണറേറിയം തരുന്നത്. ആ ഫണ്ട് സാക്ഷരതാ മിഷനിൽ നിന്നും തിരിച്ച് റീഫണ്ട് ചെയ്യുന്ന പതിവാണുള്ളത്. എന്നാൽ ഈ 2013 ജനുവരി മുതൽ ഡിസംബർ വരെ തന്ന പൈസയുടെ സ്റ്റേറ്റ്മെന്റ് പഞ്ചായത്തിൽ തടഞ്ഞു വയ്ക്കുകയും ഈ കഴിഞ്ഞ മാസം മാത്രമാണ് എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് തന്നത്. അതുകൊണ്ട് സാക്ഷരതാ മിഷനിൽ നിന്ന് റീഫണ്ട് ചെയ്യാൻ താമസം വന്നതുകൊണ്ട് ഇനിയും അത് റീകൂപ്പ് ചെയ്യാതെ ഓണത്തിന് പൈസ തരത്തില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി എന്നോട് പറയുകയും, ഇതിനു മുൻപ് ഓണറേറിയത്തിന് വേണ്ടി അപേക്ഷ വെച്ചപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞു ഈ പൈസ തരാതെ യാതൊരു കാരണവശാലും വിജയകുമാരിയുടെ ഓണറേറിയം തരികയില്ലെന്നും പറഞ്ഞു. എന്താണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനും പഞ്ചായത്ത് സെക്രട്ടറിക്കും എന്നോടുള്ള വ്യക്തിപരമായ വൈരാഗ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കേവലം സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തന്റെ അവകാശം നിഷേധിക്കുന്നത് നീതീകരിക്കാനാവില്ലെന്നും വിജയകുമാരി പറഞ്ഞു. വെളിയനാട് സെലിബ്രേഷൻ സിൽവർ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടിയും വാർഷിക സമ്മേളനവും നടന്നു. SNDP മൈതാനിയിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ജേക്കബ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത്. കൈവിരൽ തുമ്പ് പിടിച്ച് നടത്തിയവരാൽ പോലും ഉപേക്ഷിക്കപ്പെട്ടവർക്ക് ഇവിടെയാണ് ഓണം. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ
മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. രക്തബന്ധങ്ങളെപ്പോലും തിരസ്കരിക്കുന്ന ഈ കലിയുഗത്തിൽ നിരാലംബർക്ക് ജീവിത സായാഹ്നത്തിൽ ഊന്നുവടിയാവുകയാണ് ആലപ്പുഴയിലെ അഗതി മന്ദിരം. ഒലിച്ചുതീരാത്ത സങ്കടങ്ങളുമായി, സ്നേഹിച്ച് മതിവരാത്ത ഹൃദയവുമായി, പ്രതീക്ഷ പറ്റാത്ത മനസ്സുമായി അവർ ഇവിടെയുണ്ട്, മക്കളെയും കാത്ത്. ഉപാധികളില്ലാത്ത ബന്ധങ്ങളുടെ ഊർജ്ജമാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കുടുംബവും സമൂഹവും മതവും ചിഹ്നങ്ങളുമൊക്കെ കർശന ഉപാധികൾ വെക്കുമ്പോൾ വേരറ്റ് പോകുന്നത് രക്തബന്ധങ്ങളുടെ പോലും ഇഴയടുപ്പങ്ങളാണ്. അധ്വാനിച്ച് കഴിയുന്നവരെ ആശ്രയിക്കേണ്ടി വരുന്ന വാർദ്ധക്യങ്ങൾ തെരുവിൽ അനാഥമാകുന്നതിലെ കാരണവും മറ്റൊന്നല്ല. അവർ മനോരോഗികളായോ മക്കളുടെയോ അച്ചിമാരുടെയോ ഒക്കെ സ്റ്റാറ്റസിന് നിരക്കാത്തവരായോ മുദ്രകുത്തപ്പെട്ട് നിഷ്കരുണം ഉപേക്ഷിക്കപ്പെടുന്നു. ഇവർക്ക് ജീവിത സായാഹ്നത്തിൽ ഒരു കൈത്താങ്ങാവുകയാണ് ആലപ്പുഴയിലെ അഗതി മന്ദിരം. രക്തബന്ധത്തിന്റെ സങ്കുചിത വഴികളിൽ നിന്ന് ഇവർ സനാതത്വത്തിന്റെ സംരക്ഷണത്തിലാണ്. ജീവിതത്തിന്റെ സമാന്തരതകൾ പങ്കുവയ്ക്കുവാൻ ഇവിടെ 32ഓളം അന്തേവാസികളുമുണ്ട്. എങ്കിലും ഏതോ ചില നിമിഷങ്ങളിൽ ഈ അമ്മമാരുടെ കണ്ണുകൾ ഈറനണിയുന്നത് കാണാം. നോക്ക് 3 പിള്ളേര് എല്ലാം ഗൾഫിലൊക്കെയാ. നമ്മളനാഥ വന്നിട്ട് മുനിസിപ്പാലിറ്റിയിലെ സാറുമാരെ എന്നെ ഇവിടെ ആക്കി. എന്താ മക്കളാരും കൊച്ചുമക്കളാരും വരാറില്ലേ? ആരും വന്നിട്ട് അവരുടെ ഒന്നും കല്യാണത്തിന് പോലും ഞാനിവിടെ കിടക്കുക. വർഷങ്ങളായി മോനെ, കണ്ണുനീരൊഴിഞ്ഞിട്ട് എനിക്ക് സമയമില്ല, അറിയോ. മറ്റു ചിലരോ ഉള്ള നിറയെ സ്നേഹം മൂടിവെച്ച് നോക്കിലും വാക്കിലും പെരുമാറ്റത്തിലും പിശുക്കി മാറി നിൽക്കുന്നതും കാണാം. തങ്ങളെ അനാഥരാക്കിയ മക്കളോടുള്ള നിശബ്ദ പ്രതിഷേധമായാണ് അത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ. 75.8 വർഷമാണ് കേരളത്തിലെ ആയുർദൈർഘ്യം. വൃദ്ധജനങ്ങളും അവരുടെ അവകാശങ്ങളും അവഗണിക്കപ്പെടുന്നു എന്നത് ഒരു ദുഃഖസത്യമാണ്. വൃദ്ധസദനങ്ങളുടെയും അവയിലെ അന്തേവാസികളുടെയും എണ്ണം മുമ്പെങ്ങുമില്ലാത്ത വിധം വർദ്ധിക്കുകയും ചെയ്യുന്നു. ശാരീരികമായും മാനസികമായും സംരക്ഷണം ഏറെ ആവശ്യമുള്ള വാർദ്ധക്യകാലത്താണ് എല്ലാ ജീവിത സാഹചര്യങ്ങളുമുള്ള ഉന്നത കുടുംബങ്ങളിലെ വൃദ്ധജനങ്ങൾ പോലും ഉപേക്ഷിക്കപ്പെടുന്നത്. ഇവിടെ നമ്മുടെ 22 പെണ്ണുങ്ങളും 7 ആണുങ്ങളുടെ ഉള്ളത്. ഇവിടെ ചില 2-3 കുടുംബക്കാർ നല്ല സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ള മക്കളൊക്കെ നല്ല ഗവൺമെന്റ് ജോലിയും അതുപോലെ നമ്മുടെ ഒരു ഡെപ്യൂട്ടി കളക്ടർ ഉദ്യോഗസ്ഥൻ വരെയുള്ള ആ ലെവലിലുള്ള ആൾക്കാർ വരെ ഇവിടെയുള്ള മക്കളുടെ തന്തമാരിവിടെ ഉണ്ട്. പക്ഷെ ഇവരാരും ഒന്ന് പുറത്തു പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. പിന്നെ വേറെ കാര്യം ചില ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മുടെ ആലപ്പുഴ നഗരസഭ നമ്മുടെ സ്വന്തം അപ്പനെ അമ്മേനെ പോലെ നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരും പലപ്പോഴൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്, അവരെ നോക്കാറുണ്ട്. സ്വന്തം ഞങ്ങളുടെ അപ്പനും അമ്മയും പോലെ ഞങ്ങൾ നോക്കാറില്ല. ഏറ്റവും അവസാനം മക്കൾ വലുതായി, ഭാര്യമാർ എന്താ പറയുന്നു അത് കേട്ട് സ്വന്തം അപ്പനെ അമ്മേനെ ഇവിടെ കൊണ്ടിട്ടിട്ട് പോകുന്ന ഒരു സവിശേഷത കുറേ നാളായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇതും നമുക്ക് നാളെ നമ്മളും പ്രായമാവും, നമുക്ക് ഇതേ അനുഭവം ഈ ഒരു നാണയത്തിൻ്റെ മറുവശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ അനുഭവം നമുക്ക് നാളെ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അപ്പനമ്മമാരെ നോക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. അവരെ നമ്മുടെ ദൈവത്തിന് തുല്യമായിട്ട് വേണം അവരെ സ്നേഹിക്കാൻ. വൃദ്ധജനങ്ങളുടെ എണ്ണത്തിൽ പുരുഷന്മാരെക്കാൾ അധികം സ്ത്രീകളാണ്. അവരാണ് വൃദ്ധസദനങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും അഗതി മന്ദിരങ്ങളിലുമൊക്കെ അധികമായുള്ളതും. കേവല രക്തബന്ധങ്ങളുടെയോ വൈകാരിക ബന്ധങ്ങളുടെയോ അടിസ്ഥാനത്തിലായിരുന്നില്ല കേരളീയ സമൂഹത്തിന്റെ കെട്ടുറപ്പ്.
എന്നാൽ ഇന്ന് കോർപ്പറേറ്റ് നവലിബറൽ പരിഷ്കാരങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖല തന്നെ സമൂഹത്തോടും രാഷ്ട്രീയത്തോടും എന്തിന് മനുഷ്യബന്ധങ്ങളോട് തന്നെ വിമുഖതയും പുച്ഛവുമുള്ള സന്തതികളെയാണ് സൃഷ്ടിക്കുന്നത്. സുമനസ്സുകളാണ് ദിവസേന ഇവിടുത്തെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകുന്നത്. അമ്മയുള്ളപ്പോഴും നിലാവുള്ളപ്പോഴുമേ സുഖമുള്ളൂ എന്നറിയാവുന്ന നന്മയുടെ മനുഷ്യത്വത്തിന്റെ കണിക പറ്റിയിട്ടില്ലാത്തവർ. നമ്മൾ ഈ ആഹാരം നല്ല സുഭിക്ഷമായിട്ട് എല്ലാവരും കഴിക്കുകയും അതിനൊരു ഒരർത്ഥം തോന്നുന്നില്ല. അപ്പോൾ അനാഥരായിട്ടുള്ള കുറെ പേർക്ക് ആഹാരം നമ്മൾ കൊടുത്ത് അവരുടെ തൃപ്തിയിൽ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷം കിട്ടും. മാതാപിതാ ഗുരുദൈവം, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ എന്ന് പഠിച്ച പ്രബുദ്ധ മലയാളത്തിന് എന്താണ് സംഭവിക്കുന്നത്? ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യൻകാളിയുടെയും ചട്ടമ്പി സ്വാമികളുടെയും പ്രബുദ്ധ കേരളത്തിന് ഇന്നെന്താണ് ഈ മൂല്യച്യുതിക്ക് കാരണം? ക്യാമറാമാൻ മർഡോണ വർഗീസിന്റെ ക്യാമറ കാഴ്ചകൾക്കൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCV വാർത്തകൾ. കേരള പുലയർ മഹാസഭ കുട്ടനാട് യൂണിയന്റെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 152ാമത് ജന്മദിനാഘോഷം തിങ്കളാഴ്ച നടക്കും. ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം, വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇന്ത്യയുടെ തന്നെ യുവത്വത്തിന്റെ പ്രതീകമായ രാജീവ് ഗാന്ധിയുടെ പേരിൽ നടത്തുന്ന ജലമേള ഒത്തൊരുമയുടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സംഘാടക സമിതിക്ക് സാധിക്കണമെന്ന് ആലപ്പുഴ ADM ആന്റണി ഡൊമിനിക്. പരസ്പര സഹകരണത്തിലൂടെ രാജീവ് ഗാന്ധി ജലമേള ലോകശ്രദ്ധയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജീവ് ഗാന്ധി ട്രോഫി ജലമേളയോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച കലാസാഹിത്യ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ യോജിച്ചത് തന്നെ ഈ നാട്ടുകാരുടെ പേരിൽ ഞാൻ അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്കറിയാം, നമുക്കെല്ലാവരും കുട്ടനാടെന്ന് നല്ല ആൾക്കാരുടെ സ്ഥലമാണ്. കുട്ടനാട് ജോലി ചെയ്യുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്. ആലപ്പുഴയിലെ ഒരു സ്ഥലത്ത് ജോലിയിലുണ്ട് കുട്ടനാടെന്ന് പറഞ്ഞാൽ നല്ല പക്വതയുള്ള സ്ഥലമാണ്. ഒത്തിരി ഇപ്പൊ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടും യാത്രയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ആളുകൾ നല്ല ഡീസന്റാണ്. ഇതുപോലെ ഒത്തിരി ശ്രമിക്കുമവര്. വില്ലേജ് ഓഫീസിലായാലും താലൂക്ക് ഓഫീസിലായാലും ഒരു ടെൻഷനും ഉണ്ട്. എന്നാൽ അവർ മര്യാദക്കാരാണ്. അത്ര യാളാകുട്ടികാർക്ക് അടിക്കുമെന്ന് പറഞ്ഞ പോലെ അത്ര സഹ്യത്താലേ ഉള്ളൂ കുട്ടനാട്ടുകാരെ പ്രതികരിക്കത്തുള്ളൂ. പക്ഷെ അത്ര നല്ല ആൾക്കാരുടെ ഇടയ്ക്ക്, പ്രത്യേകിച്ച് പുളിങ്ങെന്ന് പറഞ്ഞാൽ ഈ ചമ്പക്കുളം പുളിങ്ങെന്നൊക്കെ പറഞ്ഞാൽ എന്ത് സാംസ്കാരികമായിട്ട് വരുന്ന സ്ഥലങ്ങളാണ്. നമുക്കറിയാം, ഇവിടെ എന്റെ ഐശ്വര്യമായിട്ടൊരു പള്ളി നിൽക്കുന്നു, ഒരു പ്രദേശത്തിനൊരു ഐശ്വര്യം, അല്ലെങ്കിൽ ഒരു അമ്പലം നിൽക്കുന്നു. അതൊക്കെ ആ സ്ഥലത്തിന്റെ ഒരു ഐശ്വര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ വള്ളംകളി നടക്കുന്നത്. മാത്രമല്ല, നമ്മുടെ മുൻ പ്രധാനമന്ത്രി അന്തരിച്ച രാജീവ് ഗാന്ധിയുടെ പേരിൽ ഉള്ള വള്ളംകളി ഇന്ത്യയുടെ തന്നെ ഈ യുവത്വത്തിന്റെ പ്രതീകമായിരുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള വള്ളംകളിയാണ്. ഇപ്പൊ 21ാമത് പ്രാവശ്യമായത്. അപ്പൊ ഇതെല്ലാം ഇവരെല്ലാ ഭിന്നതകളും മാറ്റിവെച്ച് നമ്മൾ ഒന്നിച്ചു ചേർന്ന് നടത്തുന്ന വള്ളംകളിയാണ്. ജലോത്സവ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ ബോസ് അധ്യക്ഷത വഹിച്ചു. കുട്ടനാട് തഹസീൽദാർ S. സന്തോഷ് കുമാർ, അലക്സ് മാത്യു, റാഫി ജോസ് മോഡൂർ, സണ്ണി അഞ്ചിൽ, PK വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം പാലം നിർമ്മാണം അനിശ്ചിതമായി നീണ്ടുപോകുന്നതിനെതിരെ ചമ്പക്കുളം YMCAയുടെ നേതൃത്വത്തിൽ തിരുവോണനാളിൽ ഉപവാസ സമരം നടത്തുമെന്ന് പ്രസിഡന്റ് ജോപ്പൻ ജോയി. മങ്കൊമ്പിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചമ്പക്കുളം കനാൽ ജെട്ടി പാലം നിർമ്മാണം ആരംഭിച്ചിട്ട് ഏകദേശം 4 വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. 2010 മാർച്ച് 12-ാം തീയതി അന്നത്തെ LDF ഗവൺമെന്റിന്റെ PWD വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്ത പ്രസ്തുത പാലം ഏകദേശം 1 വർഷക്കാലമായിട്ട് നിശ്ചലമായിട്ടുള്ള അവസ്ഥയിലാണ്. ഏകദേശം 90% പണി പൂർത്തീകരിച്ച പാലം നിർമ്മാണം 1 വർഷമായിട്ട് നിശ്ചലമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്നു. പാലം സമ്പാദക സമിതിയുടെയും ചമ്പക്കുളം കല്ലൂർക്കാട് ബൊറോന പള്ളിയിലെയും പടിഞ്ഞാറക്കരയിൽ ചമ്പക്കുളം കല്ലൂർക്കാട് ബൊറോന പള്ളി 30 സെന്റ് സ്ഥലം ദാനമായി പാലം നിർമ്മാണത്തിന് നൽകുകയും കിഴക്കേക്കരയിൽ 15 സെന്റ് സ്ഥലം പാലം സമ്പാദക സമിതി നാട്ടുകാരുമായിട്ട് പിരിവെടുത്ത് പാലത്തിന്റെ സമഗ്രമായിട്ടുള്ള നിർമ്മാണത്തിന് വേണ്ടി വാങ്ങി നൽകുകയും ചെയ്തിരുന്നു. ഈ അവസ്ഥയിലെ 1 വർഷക്കാലമായിട്ട് നിശ്ചലമായി കിടക്കുന്ന പാല നിർമ്മാണം അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി ചമ്പക്കുളം YMCA പ്രവർത്തകർ ചമ്പക്കുളം YMCAയുടെ നേതൃത്വത്തിൽ തിരുവോണ നാളിൽ ഈ പാലം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം എന്ന നിലയിൽ ആകുന്നതിന് വേണ്ടി തിരുവോണ നാളിൽ ഉപവസിക്കുകയാണ്. കൈനഗരി വികസന സമിതിയുടെ നേതൃത്വത്തിൽ പ്രളയക്കെടുതിയിൽപ്പെട്ടവർക്ക് ഓണപ്പുടവയും ഓണക്കിറ്റും വിതരണം ചെയ്തു.
കുട്ടമംഗലം മിൽമ സഹകരണ സംഘത്തിന് സമീപം നടന്ന പരിപാടി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ബോബൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. കെ.ഇ. കാർമൽ ഡയറക്ടർ ഫാദർ ജോസഫ് അയ്യങ്കരി ഓണക്കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബുദ്ധിമുട്ടുകൾ തീർച്ചയായും പങ്കുവയ്ക്കപ്പെടേണ്ടത് ആവശ്യമാണ്. കൈനഗരി വികസന സമിതി ഇവിടെ ധാരാളം സാമൂഹ്യപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് ഞങ്ങൾക്ക് വളരെയധികം ബോധ്യമുണ്ട്. അത് മുൻപ് തന്നെ പല സന്ദർഭങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനോട് ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യം ഉളവാക്കുന്ന കാര്യങ്ങളാണ്. നേരത്തെ സ്വാഗത പ്രസംഗൻ പറഞ്ഞ പോലെ ഈ പ്രദേശത്തിന്റെ വളരെ അത്യാവശ്യമായിരുന്ന കുടിവെള്ള പദ്ധതിക്ക് ഞങ്ങളാൽ സഹായം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ്. ബേബി കുമാരൻ, ജി അൽകുമാർ, അഡ്വക്കേറ്റ് എസ് ഗിരീഷ് കുമാർ, സജികുമാർ, രവീഷ് ഗോപു, റോയ്മോൻ, വിനോദ് ബി കെ എന്നിവർ സംസാരിച്ചു. ഉത്രാടനാടിൽ കോൺഗ്രസ് കൈനഗരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറുപങ്ക്, ചെറുകായൽ, വലിയതുരുത്ത് തുടങ്ങിയ പാടശേഖരങ്ങളുടെ ബണ്ടിൽ താമസിക്കുന്നവർക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും പച്ചക്കറി വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി ഉദ്ഘാടനം ചെയ്തു. മിത്രക്കരി പടിഞ്ഞാറ് SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠയും ഗുരുമന്ദിര സമർപ്പണവും നടന്നു. കമലാസനൻ ശാന്തികളുടെ മുഖ്യകാർമ്മികത്വത്തിൽ ധർമ്മവൃത സ്വാമികൾ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനവും ഗുരുമന്ദിര സമർപ്പണവും യൂണിയൻ പ്രസിഡന്റ് PP മധുസൂദനൻ നിർവഹിച്ചു. സെക്രട്ടറി MD പുരുഷോത്തമൻ അധ്യക്ഷനായി. KC സദാനന്ദൻ, KK ചന്ദ്രൻ, TP കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. സംഘടനാബോധം നമ്മൾ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി യൂണിയന്റെ നേതാക്കൾ, നമ്മുടെ കുട്ടനാട് യൂണിയൻ ഒരു മഹത്തായ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള സംഘടന കൊണ്ട് പ്രബുദ്ധരാകുമെന്നും വിദ്യ കൊണ്ട് ശക്തരാകുമെന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ സാധിച്ചെടുക്കാനായിട്ട് നമ്മുടെ കുട്ടനാട് യൂണിയനാണ് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കോളേജ് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാതെ വലയുമ്പോൾ ഒരു പക്ഷെ ഒരു കൈത്താമെന്നോണം നമുക്ക് ചെന്ന് പറയാം, ഞാൻ എന്റെ കുട്ടിയുണ്ട് ഈ കോളേജിൽ അഡ്മിഷൻ കൊടുക്കുന്ന ധൈര്യമായിട്ട് മുന്നോട്ട് ചെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോളേജ് തന്നെ ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടു. മുഖ്യമന്ത്രിയിൽ നിന്നും വിശിഷ്ട സേവാ മെഡൽ നേടിയ കുട്ടനാട് യൂണിയൻ കൌൺസിലർ വി അരുൺകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. എടത്വ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിർധനരായ 150ഓളം കുടുംബങ്ങൾക്ക് സൌജന്യ ഓണക്കിറ്റ് വിതരണം നടത്തി. ലയൺസ് ക്ലബ് എലൈറ്റ് ഹാളിൽ നടന്ന ചടങ്ങ് SBT ചീഫ് മാനേജർ G വിദ്യാധരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ിന് കളമൊരുക്കിയ ഈ മഹാമനസ്കതയ്ക്ക് ആദ്യം ഞാൻ നമസ്കാരം പറയുന്നു. സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു നിമിത്തമാണ്, ഒരു ദൈവനിശ്ചയമാണ്. KR ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. ജോർജ് തോമസ്, മോഹൻ അംബ്രയിൽ, CR ഷാജി, ജോഷി ഡിലൈറ്റ്, പ്രൊഫസർ G ജേക്കബ്, ബിനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 5ഓളം നിർധനരായ രോഗികൾക്ക് സാമ്പത്തിക സഹായ നിധിയും വിതരണം ചെയ്തു. ഇനി ചരമവാർത്തകൾ. മങ്കൊമ്പ് തെക്കേക്കര കൂട്ടുമേൽ കൂനന്തറ വീട്ടിൽ KC ജോസഫ് നിര്യാതനായി. 51 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 3 തെക്കേക്കര സെന്റ് ജോർജ് ദേവാലയ സെമിത്തേരിയിൽ. ചങ്ങങ്കരി കൊച്ചുപറമ്പിൽ തോമാച്ചൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 10 എടത്വ സെന്റ് ജോർജ് ഫൊറാന ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടും നഗരവും ഓണത്തെ വരവേൽക്കുവാൻ ഒരുങ്ങി. ഉത്രാടപ്പാച്ചിലിൽ ആലപ്പുഴ നഗരം. UDFന്റെ മദ്യനയത്തിനെതിരെ JSS. ബാറുകളടച്ചാൽ മദ്യ ഉപയോഗം കുറയില്ലെന്ന് KR ഗൗരിയമ്മ. ലോകമെങ്ങും മലയാളികൾ ഓണമാഘോഷിക്കാനൊരുങ്ങുമ്പോൾ ആഘോഷങ്ങൾ ഇല്ലാതെ ഒരുപറ്റം ജനങ്ങൾ. വെളിയനാട് പത്തിൽപ്പാലം പ്രദേശത്തെ 25ഓളം കുടുംബങ്ങൾക്കാണ് വെള്ളപ്പൊക്കം മൂലം ഓണം അന്യമായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.